അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 10K ആയിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു. പക്ഷേ നോക്കട്ടെ, ചിലപ്പോൾ നമ്മൾ രാവിലെ നോക്കുമ്പോൾ 10K ആയെങ്കിൽ പിന്നെ വൈകുന്നേരമൊക്കെ നോക്കുമ്പോൾ കുറഞ്ഞു വരും. 2-3 പേരൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ 10K ആയ ഉടനെ ഇടണ്ട, ഒരാഴ്ച 1-2 ആഴ്ചയൊക്കെ നോക്കിയിട്ടിടാം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടെ 34 പേരും കൂടെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറഞ്ഞാലും 1, 2, 3 കുറഞ്ഞാലും എന്തായാലും 30 പേരൊന്നും ഒന്നിച്ച് കുറയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ശരി 10K ആയ വീഡിയോ ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നാട്ടിൽ പോയപ്പോൾ ഉള്ള ബിന്ദുവിൻ്റെ അവൾ നട്ട് വളർത്തിയ പ്ലാവിലെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലതായിട്ട് നല്ല മധുരത്തോടു കൂടി കറക്റ്റ് പരുവത്തിന് ചക്ക കിട്ടിയത്. 2 ഒന്നിച്ച് നിൽക്കുമായിരുന്നു. അതിൽ നിന്ന് 1 ആയിട്ടേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവൾ വിജയകരമായിട്ട് 1 ഇട്ടു. അപ്പോൾ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ചക്കയൊക്കെ തീർന്നു. അങ്ങനെ നാട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ നാട്ടിൽ പോയ സമയത്തായിരുന്നു എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാൻ നന്ദൂട്ടനും ഒക്കെ കൂടെ അതൊന്ന് ആഘോഷിക്കണമെന്നൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്രാവശ്യമല്ല, ആ പ്രാവശ്യമല്ല, ഈ ചക്കയിടുന്ന സമയത്തല്ല, അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്തായിരുന്നു 10K ആവാറായത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആകും. അപ്പോൾ ഞാൻ നന്ദൂസൂടെ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അന്നേരം ആയില്ലായിരുന്നു 10K. എന്നാലും നമുക്ക് ആയ പോലെ വീഡിയോ എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ചു. ആയിട്ട് മതി എന്ന് വിചാരിച്ചു. പക്ഷേ ആയിക്കഴിഞ്ഞപ്പോൾ അവനവിടെയും ഞാനിവിടെയായി. ഇനിയിപ്പോൾ ചെന്നിട്ട് നാട്ടിൽ ചെല്ലുമ്പം ഒന്നിച്ച് ഞങ്ങൾക്ക് 10K ആയതിൻ്റെ ഒരു ചെറിയൊരു കേക്കെങ്കിലും വാങ്ങിച്ച് കട്ട് ചെയ്യണ്ടേ. നമ്മുടെ കണ്ണൻകുട്ടനും മാളൂട്ടിയും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി വലിയ ആഘോഷമൊന്നുമല്ല, അതിന് മാത്രം വലിയതൊന്നും ആയില്ലല്ലോ നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യത്തെ ഒരു കടമ്പ 10K ആക്കുക എന്നുള്ളത് തന്നെ ഇത്രയും 2-3 വർഷമായിട്ട് അങ്ങനെ കണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് അത്രയൊക്കെ ആയത്. പിന്നെ എല്ലാവരും ഒത്തിരി പേരൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കുറേ കൂടെ നല്ലതായിട്ടൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ കൂടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അപ്പോൾ പിന്നെ ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. കാരണം അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ വീഡിയോകളെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്തെന്നും പറഞ്ഞ് എനിക്ക് കൂടുതൽ പൈസയൊന്നും കിട്ടത്തില്ല. പക്ഷേ എന്നാലും നമ്മുടെ ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും ഒക്കെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ യൂട്യൂബ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൊള്ളാമെങ്കിലും കൊള്ളത്തെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. കാരണം ആൾക്കാരൊക്കെ കാണുന്നൊക്കെ ഉണ്ട്, പക്ഷേ ആരും ഒന്ന് ലൈക്ക് ബട്ടണിലേക്ക് ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയാണ്. അതിലോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഈ വീഡിയോയാണ് നമ്മളെ 10Kയിലേക്ക് പെട്ടെന്ന് എത്തിച്ചത് കേട്ടോ. 350 സബ്സ്ക്രൈബേഴ്സിനെ ഒറ്റയടിക്ക് കിട്ടിയത് എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണും നന്ദൂസും കൂടെയുള്ള ഈ ബോൾ കളി, അവരുടെ പാട്ട്, അങ്ങനെ ഒരു വീഡിയോ ഞാൻ വെറുതെ ഒരു രസത്തിൽ മായാതെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ്. കാര്യം അങ്ങനെ പതിവായിട്ട് അങ്ങനെ ഒരുപാട് വ്യൂസൊന്നും എൻ്റെ ആ ഒരു ഷോർട്സുകൾക്കൊന്നും കിട്ടാറില്ല. എന്നാൽ ഇവരുടെ കളി, ഇവരുടെ ഈ പ്രായം കഴിഞ്ഞു പോവല്ലോ, എങ്കിലും വീഡിയോ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇതേപോലെ അവർ പാട്ടൊക്കെ ഇട്ട് അവർ വെറുതെ രസത്തിന് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അന്നേരം ഞാൻ വീഡിയോ എടുത്ത് രസത്തിന് എടുത്തിട്ടതായിരുന്നു. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ ഓടി. അപ്പോൾ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയത്. കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ഷോർട്സുകൾ മാത്രമേ ഇടാറുള്ളൂ. കാര്യം ഇപ്പം പൊന്നുവിനെ നോട്ടം ഉള്ളതുകൊണ്ട് അവളങ്ങനെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമ്മതിക്കാറില്ല. അപ്പോൾ അങ്ങനെ കുറേ ഷോർട്സൊക്കെ ഇട്ടു. അങ്ങനെയാണ് ഈ ഷോർട്സ് ഇട്ടത്. അപ്പോൾ അങ്ങനെ അതിനകത്ത് കൂടുതൽ ആൾക്കാർ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയായത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും സപ്പോർട്ട് ചെയ്യുക. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോകളൊക്കെ കാണുന്നവർ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ ലോങ് വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാനേ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ കണ്ടോ, അവർ 2 പേരൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോൾ കണ്ടില്ലേ, നമ്മുടെ കണ്ണൻകുട്ടനെ നടത്തിച്ചതും അവനെ കളിപ്പിക്കുന്നതും ഇപ്പോഴും അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ ബോളാണ്. അപ്പോൾ നന്ദുഅമ്മാവൻ്റെ കൂടെ ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണാണ് കളിക്കുന്നത്. കണ്ണൻകുട്ടന് സമയമുള്ളപ്പോഴൊക്കെ അവനും വരും. അവനിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് അവന് അധികം നേരമില്ല. പിന്നെ നമ്മുടെ നന്ദൂസും 8ലായി. അപ്പം അവനും പഠിക്കാനൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും കുഞ്ഞിപ്പെണ്ണിനെ കിട്ടിയ അവളുടെ കൂടെ അവനും കളിക്കും. അങ്ങനെ 2 പേരും കൂടെ ബോൾ കളിയും പാട്ട് വെച്ച് ഉണ്ടാവാൻ പോയി ബോക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാട്ടൊക്കെ വെച്ച് 2 പേരുടെ പാട്ടും ഡാൻസും കളിയൊക്കെ ആയിരുന്നു.
പിന്നെ നാട്ടിൽ തന്നെ ആയിരുന്നു താമസമെങ്കിൽ എനിക്ക് കുറേ കൂടെ ഒക്കെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും പിന്നെ കൂടുതൽ കണ്ടൻറ്റുകളും ഒക്കെ കിട്ടിയേനെ. എല്ലാവരും കൂടെ ഉള്ള വൈകുന്നേരവും രാവിലെയും പിന്നെ അമ്മയുടെ പുറകെ നടന്ന് അമ്മയുടെ കുറേ വീഡിയോകളെടുത്ത് അങ്ങനെയും പിന്നെ ചക്ക സീസണും മാങ്ങ സീസണും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ വീഡിയോകളും അതിൻ്റെ റെസിപ്പികൾ പിന്നെ ബിന്ദുവിൻ്റെ കൃഷികൾ ഇതെല്ലാം കൂടെയൊക്കെ എടുത്ത് ഇട്ട കുറേ കൂടെയൊക്കെ വീഡിയോകളും ആകും. അതുപോലെ എനിക്ക് അവിടെ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കൂടുതൽ സമയവും കിട്ടും. അങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ഇടാനൊന്നും പറ്റാത്തത്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നവരൊക്കെ മുഴുവനായിട്ട് കാണുക. അങ്ങനെയൊക്കെയാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഇവക്കും ഇഷ്ടമാണ് ഈ ബോൾ കേട്ടോ. നമ്മുടെ കണ്ണൻ്റെ കുറേ വീഡിയോകളും ചെയ്തിട്ടില്ലേ ബോളിനകത്തുള്ള, അവനെ നടത്തിച്ചത് തന്നെ ബോളാണ്. അപ്പം നന്ദുസിൻ്റെ കൂടെ കൂടിയ പൊന്നുകുട്ടിക്കും ബോൾ കളിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അത് കാരണം അവർക്ക് കളിക്കാനും സ്ഥലമുണ്ട്. പാട്ടിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് അവൾ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ബോൾ കളിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം ഒത്തിരി പേര് അതിന് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളത്രയൊക്കെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. എല്ലാം കൂടെ ഒരു ദിവസം ഒന്ന് വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇടണമെന്നുണ്ട്. ഞാനൊരു ഷോർട്സിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു, ഒരു ബിന്ദുവിൻ്റെ ഒരു കൃഷികളും പിന്നെ ഒടിഞ്ഞു പോയ ഒരു വെള്ളരിയിൽ നിന്ന് അവൾക്ക് ഇഷ്ടം പോലെ സലാഡ് വെള്ളരിയായിരുന്നു കേട്ടോ, വെള്ളരിക്ക കിട്ടി. അവളത് ഒടിഞ്ഞു പോയി, ഒന്ന് നേരെയായി വരുമോ എന്നറിയത്തില്ല, എന്തായാലും ഒന്ന് നോക്കാം, ഒട്ടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് സെലോ ടേപ്പോ പേപ്പർ ടേപ്പോ എന്തൊക്കെയോ ഇട്ട് ഒട്ടിച്ച് അതിനെ പുനർജീവിപ്പിച്ച് അങ്ങനെ അതിൽ നിന്ന് കുറേ വെള്ളരിക്കകളൊക്കെ പറിച്ച് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു, ഫോട്ടോയൊക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓരോ കുരുത്തക്കേടുകൾ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആക്കി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കാണാത്തവരതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു പ്രായമൊന്നും കടന്നു പോകത്തില്ല. അപ്പോൾ നമുക്കതൊക്കെ വലുതായി കഴിയുമ്പോൾ, അവർ വലുതായി കഴിയുമ്പോൾ നമുക്ക് അവരെയൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ അതായത് കണ്ടോ, ഞാൻ ആ തുണി കഴുകിയിട്ടാണ് അതിൻ്റെ വെള്ളം വീഴുന്നിടത്ത് പോയി നിൽക്കുവാണ് അവൾ. കണ്ടോ, ഈ കുരുത്തക്കേടാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെയും നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കണ്ടോ, അവൻ എത്ര പ്രാവശ്യം മാറ്റിയെന്നോ. പിന്നെ അവൾ അതിൻ്റെ കീഴിൽ തന്നെ നിൽക്കുവാണ് കണ്ടോ, തല നനയാനായിട്ട്. അവൻ പിന്നെ അവസാനം അവളെ മാറ്റിയിട്ട് അവൾ മാറാത്തോണ്ട് ക്ഷമ ഇല്ലാതെ അവൻ കൈവച്ച് അവിടെ തലയുണ്ട് പൊതിഞ്ഞു പിടിച്ചേക്കുവാണ് വെള്ളം വീഴാതെ. ഇപ്പോൾ 1.5 വയസ്സായി. അപ്പോൾ അതിൻ്റേതായ കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കുഞ്ഞിപ്പിണതാ വീണ്ടും വന്നു. പിന്നെ നമ്മൾ എത്ര നോക്കിയാലും മതിയാവാത്ത ഒരു പ്രായമാണ് ഇത്. അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. നമ്മൾ ഫോണും എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോട്ടം ശരിയാവത്തില്ല. ഇപ്പം തന്നെ അവളെ ഉറക്കി കിടത്തി ചെറിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നത്. പക്ഷേ അവൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നടക്കുവാണ്. പിന്നെ എന്തായാലും എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതല്ലയോ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് പൂർത്തിയാക്കുവാണ്. കണ്ടോ, അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ പാമ്പേഴ്സ് മാത്രം ഇട്ടത് കേട്ടോ. പിന്നെ അവസാനം ഞാൻ വീഡിയോ എടുക്കുമല്ലേ എന്ന് വിചാരിച്ച് പെട്ടെന്നൊക്കെ കട്ട് ചെയ്ത് പോയി പാൻ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ കളിയൊക്കെ കഴിഞ്ഞത്. അവൻ കുളിക്കാൻ പോവാണ്. അവിടെ ചെന്നാൽ പിന്നെ അവനെ കുളിക്കാനും വിടത്തില്ല, കഴിക്കാനും വിടത്തില്ല, ഒന്നുമില്ല. ഫുൾ ടൈം അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചോണം. ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവന് അവധിയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം അമ്മാവൻ്റെ കൂടെ കളിക്കാനായിട്ട് അവൾക്ക് പറ്റി.